ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ട്രെയിൻ യാത്രയായാലോ? കണ്ണൂർ കണ്ടോ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഒരു മോള് തലശ്ശേരി ആയിട്ട് അവൾ പഠിക്കുന്നത്, എൻ്റെ മുത്തച്ഛൻ്റെ മോളാണ്. അപ്പോൾ അവളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചാൻസിലാണ് ഞങ്ങളുടെ കണ്ണൂർ യാത്ര. അപ്പോൾ അവർ തലശ്ശേരി ഇറങ്ങും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ണൂർ ഇറങ്ങിയിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ അറിയാലോ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ പറ്റുന്നിടത്തൊക്കെ പോയിട്ട് അവർ മീറ്റിംഗ് കഴിയുമ്പോഴത്തേന് തിരിച്ചു പോരാന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ഒരു ട്രെയിൻ ട്രിപ്പ്, അങ്ങനെ ഒരു യാത്രയുണ്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കടന്നുണ്ട്. അപ്പോൾ ഒരു ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായത്. അതിലല്ലേ ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിനിന് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ട്രെയിന് വരാൻ സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അനുവിന് പിന്നെ ഓട്ട മത്സരം നടത്താൻ. അതായത് ട്രെയിൻ പാളത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഇലയെടുത്ത് വരണം. ആ ഇലയെടുത്ത് വരുന്നവരാണ് വിജയി. അതാണ് അവൾ പറയുന്ന കളി. അത് കേട്ടപ്പാട് ആൻറ്റിയോള് നല്ല ചീത്ത അറിയില്ല കേട്ടോ. അതിൻ്റെ പിന്നാലെ പിന്നെ കുട്ടികളും കൂടി ഓളെ കല്യാണം ഫിക്സ് ചെയ്ത് കണ്ടു. അടുത്ത മാസം 9-ാം തീയതിയാണ് നിക്കാഹാണ്. കൊണ്ടുപോകണില്ല, 2 വർഷം കൂടി ഓളെ കോഴ്സ് പൂർത്തിയാക്കാനുണ്ട്. അപ്പം പിന്നെ കുട്ടികളും കൂടി ഓളെ നല്ല കളിയാക്കലും ചീത്ത അറിയില്ല കേട്ടോ. ഇപ്പോഴും കുഞ്ഞു കുട്ടികളന്മാർ ഇങ്ങനെ കളിക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞ് ഓലപ്പോൾ വലിയ ആൾക്കാരായിട്ട് ഓളെ നല്ല ചീത്ത അറിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഓരോ സീറ്റിലൂടെ പിടിച്ചിരുത്തിക്കാണ്. പിന്നെ കുറച്ച് നേരം അവർ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേനും നമ്മുടെ ട്രെയിൻ എത്താനായി. വെറുതെ കുട്ടികൾ എന്തൊക്കെയോ ചളി വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് ഒരു ഓട്ടമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടണമല്ലോ സീറ്റ്. അപ്പോൾ നമുക്ക് നടുവിൽ കയറാമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടുകയാണ് കേട്ടോ നടുവിലേക്ക്. അങ്ങനെ എല്ലാവരും കയറി ഗൈസ്. എനിക്ക് സീറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ട്രെയിന് വന്നപ്പോൾ ഞങ്ങൾക്ക് മാത്രം കരുതി വെച്ച് വന്ന പോലെ ട്രെയിൻ വന്നത് ആരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടൊന്നല്ല ട്രെയിന് വന്നിരുന്നത്. ഞങ്ങൾ അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തത് തന്നെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ട്രെയിന് പോലെ ആ ട്രെയിനിലുണ്ടായിരുന്നില്ല. രജിത്താത്ത പിന്നെ ബ്രെഡും ജാമൊക്കെ കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഷെയറായി. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അന്താക്ഷരിയൊക്കെ കളിച്ച് അങ്ങനെ പല കളികളൊക്കെ കളിച്ച് ഞങ്ങൾ കണ്ണൂരെത്തി. അങ്ങനെ പല കളികളായിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ് കണ്ണൂരെത്തിയപ്പോൾ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടോ. പക്ഷെ ആർക്കും അത് അങ്ങോട്ട് പിടിക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ നാടൻ അവിൽ മിൽക്കിലേക്ക് തന്നെ എല്ലാവരും അഭയം പ്രാപിച്ചു. കണ്ണൂരിൽ ഒരുപാട് വിനോദ കേന്ദ്രങ്ങളുണ്ട് കേട്ടോ. വിസ്മയ, ക്യാപിറ്റൽ മാള്, പിന്നെ വാട്ടർഫാൾസ്, അതുപോലെ കയാക്കിങ്, പിന്നെ ബീച്ച്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എല്ലായിടത്തും എത്താൻ പറ്റില്ലല്ലോ. എല്ലാ ടൈം കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടടുത്ത് പോകാന്നുള്ളതായി. അങ്ങനെ കയാക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വണ്ടി പട്ടാമ്പിയിൽ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ്സിന് 18 രൂപയാണ് കയാക്കിങ്ങിന്. കക്കോട് പുള്ളോപ്പി പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് അത് ഉള്ളത്. അപ്പം അങ്ങനെ അവിടെ വന്നിട്ട് ഞങ്ങൾ കയാക്കിങ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ ബോട്ടിൽ തുഴയുന്ന രീതി കുട്ടികൾക്ക് കണ്ടപ്പോൾ പിന്നെ ഉച്ച സമയമാണല്ലോ. അപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ നമുക്കൊന്ന് പെഡൽ ബോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെഡൽ ബോട്ടാണ് എടുത്തത്. പെഡൽ ബോട്ടിന് പെർ ഹെഡ് 100 രൂപയാണ്. 20 മിനിറ്റാണ് അവർ ടൈം പറയുന്നത്. പക്ഷേ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉച്ച സമയമാണല്ലോ. ഞങ്ങൾ 2 മണിക്കൂറോളമൊക്കെ വെള്ളത്തിലൂടെ കളിച്ചിട്ടുണ്ടാവും. മക്കൾ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അവരുടെ പാട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അറിയാതെ വീഡിയോ എടുക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. പലതും കാത്തു വെച്ചത് ഒരു ബോട്ടിങ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിഷമം. പിന്നെ ഫുഡ് കഴിക്കാനായി. പിന്നെ നമുക്ക് എന്തെങ്കിലും മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബസ്സിലൊക്കെയുള്ള യാത്രയല്ലേ, നടന്ന് പോകണം. ഉച്ച സമയമാണ്, നല്ല ചൂടല്ലേ. അപ്പം നമ്മൾ മാളിൽ പോയി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ നോക്കിയാൽ നമുക്ക് അവിടുത്തെ ഫുഡൊന്നും ശരിയായില്ല. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അൽഫാമും മന്തിയൊക്കെ കഴിച്ചിടും. പിന്നെ അപ്പോൾ നമ്മൾ ദില്ലി വന്നിരുന്നു. അവളിനെ നമ്മൾ കൊണ്ടുവരാൻ പോയി. ഓളാണെങ്കിൽ ഓള് കോളേജ് വിശേഷങ്ങൾ പറഞ്ഞിരിക്കാൻ കേട്ടോ. അതുകൊണ്ട് കുട്ടികളും ആളൊപ്പം കൂടുന്നുണ്ട്. വന്നിട്ട് പിന്നെ 3:15 ട്രെയിൻ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളതിൽ തിരിച്ചു പോരും ചെയ്തിട്ടോ. കണ്ണൂർക്ക് ട്രെയിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഇങ്ങനെ പോവുകയാണ് കേട്ടോ നല്ലത്. 40 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ഒരാൾക്ക് വരിക. പട്ടാമ്പിയിൽ നിന്ന് കയറുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ണൂർക്ക് പോയിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. പിന്നെ അതെല്ലാം അങ്ങാടിപ്പുറത്ത് നിന്ന് കയറുമ്പോൾ നമുക്ക് ഷൊർണൂർ വെച്ചിട്ട് പിന്നെ വേറെ ട്രെയിൻ കയറേണ്ടി വരും.
എന്തായാലും ഞങ്ങൾക്ക് നല്ല യാത്രയായിരുന്നു. ഞങ്ങൾക്ക് പോകുമ്പോഴൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. പോകുമ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റി. റഹ്മീനിച്ചൊക്കെ കണ്ട മുകളിലാട്ടോ കിടക്കണേ. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മുകളിലാണ്, ഞങ്ങൾ താഴെ. കുട്ടികൾ നല്ല കളിയാണ്. പിന്നെ കഴിച്ച ഒരു ചേച്ചീനെ കണ്ടോ, അത് കുട്ടികളെ കളി കണ്ടെങ്കിൽ ചിരിച്ച് നിൽക്കാട്ടോ, അതിൻ്റെ ഒരു സന്തോഷം കണ്ടില്ലേ അല്ലേ. അതുപോലെ ഇവിടെ ഒരു ചേട്ടാനും ഉണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കുട്ടികളെ കളി കണ്ട് സന്തോഷിച്ചിരിക്കട്ടോ. അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നു കളുടെ ആ ഒരു ഹാപ്പിനെസ്. പിന്നെ ഞങ്ങൾ രാത്രി ഒരു 8 മണിക്കായപ്പോഴാണ് ഞങ്ങൾ പട്ടാമ്പിൽ വന്ന് സ്റ്റേഷനിൽ വിശേഷം. താങ്ക് യു.